വെരി ഗുഡ് ഈവനിങ് ദീപക് മലയമ്മ. വാഴക്കാട്ടെ വീട്ടിൽ പോയി പാട്ടും ഒപ്പം വർത്തമാനവും ഒക്കെ ആയിട്ട് പൊടി പൊടിക്കുകയായിരുന്നു നമ്മുടെ രഞ്ജിത്തും സംഘവും. ബീച്ചിൽ എന്താ കാഴ്ച? ബീച്ചിലെ കാഴ്ച ഞാൻ പറയണ്ട, അതിനപ്പുറത്തേക്ക് ആ കാഴ്ചകൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിനോടകം തന്നെ കോഴിക്കോട് ബീച്ച് പൂർണ്ണമായും ആളുകൾ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പല ഇടങ്ങളിൽ നിന്ന് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അവരവരുടെ ആഘോഷങ്ങളിലേക്ക് പൂർണ്ണമായും പോവുകയാണ്. ഈ തിര ഇങ്ങനെ അടിച്ചു വരുമ്പോൾ അതിലേക്ക് കാലൊക്കെ വെച്ചിട്ടേ ഓട്ടവും അച്ഛനുമൊക്കെ ആയിട്ടാണ് ആളുകളുള്ളത്. ഇവരൊക്കെ പല ഇടങ്ങളിൽ നിന്നായിട്ട് എത്തിപ്പെട്ടതാണ്. വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്ക് നഗരത്തിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്കൊക്കെ ഈ ഒരു സമയത്ത് പോകാൻ തോന്നുന്നു. ക്യാമറാമാൻ താഴെ പോവോ? ഇല്ല. ചേട്ടാ, എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ മലപ്പുറം. ഇവിടെ ബീച്ചിൽ വരാനുള്ള കാര്യം എന്ത്? ബീച്ചിൽ ഇന്ന് പ്രത്യേക ഇതല്ലേ, പെരുന്നാളിന്റെ ആഘോഷം വീട്ടിൽ തീർത്തിട്ട് ഇങ്ങോട്ട് പോകാം. വീട്ടിൽ കഴിഞ്ഞിട്ട് പോകുന്നതാണ്. ഇവിടുത്തെ വൈബ് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ തിരിച്ചു പോകാൻ. എത്ര പേരുണ്ട് നിങ്ങളുടെ ടീമിൽ? ഞങ്ങളൊരു 10-15 ആളുകളുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. പലരും ബ്രോ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് അതെ, കൂളിംഗ് ക്ലാസ് അല്ല, അത് നോർമൽ ക്ലാസ്. നോർമൽ ക്ലാസ് തന്നെയാണ്. ഫീൽ അടിച്ചപ്പം അറിയുന്നേ ഉള്ളൂ. അതെ. എങ്ങനെയുണ്ട് ഇത്തരത്തെ ആഘോഷം? നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് ബീച്ച് കാണാൻ ഇറങ്ങിയതാണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. വീട്ടില് ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് ശേഷം. ഞങ്ങള് മലപ്പുറം തിരുവങ്ങാടി. അതെ. ബീച്ച് പിടിക്കാനുള്ള ഒരു കാര്യം എന്താ? ബീച്ചാണ് ഇവിടെ അടുത്ത് സ്പോട്ട്, ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ആക്സസ് ഉള്ള സ്ഥലമാണ് ബീച്ച്. ചേട്ടാ, പേരെന്താ? ഉമ്മർ. അടിപൊളി ശരിയാണല്ലോ. പെരുന്നാൾ ആഘോഷിച്ചാ? ഓ സാറായിട്ട് ആണല്ലേ. എപ്പോ എത്തി ബീച്ചിലേക്ക്? ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ എത്ര സമയം ഇവിടെ നിൽക്കും? ഒരു 2 മണിക്കൂർ നിൽക്കും. ആണോ? എന്താ ഈ ബീച്ച് തിരഞ്ഞെടുക്കാൻ ഒരു കാര്യം എന്താ? ആഘോഷം എന്നുള്ള അല്ല, ആഘോഷം പെരുന്നാളിലൊക്കെ എത്രയോ ആൾക്കാർ കാണാമല്ലോ. അങ്ങനെ മൊത്തത്തിൽ ഈ ഇതൊക്കെ കാണാമല്ലോ. അങ്ങനെ ഇറങ്ങിയാണല്ലേ? ഓക്കെ. സുജയ് ഈ പറഞ്ഞതുപോലെയാണ്, ഉമ്മർക്കായെ പോലെയുള്ള നിരവധിയായ ആളുകൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ് ഇവിടെ ആഘോഷിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനമൊക്കെ കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾ, ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷം അങ്ങനെ സജീവമായി നടക്കുന്നു. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ എൻജോയ് ചെയ്യാൻ എത്തിയിരിക്കുന്നതും ഇവിടേക്ക് തന്നെയാണ് എന്നുള്ളതാണ്. നമുക്ക് അവരുടെ അടുത്ത് ഭയ്യ, ഈദ് ഉൽ ഫിത്തർ है कैसा है सेलिब्रेशन? कैसा है? अच्छा है, बहुत बढ़िया है, सिंपल है बस. ഓക്കെ ഓക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും സെലിബ്രേഷൻസ് ഇങ്ങനെ തുടരുന്നു. ഇങ്ങനെ കോഴിക്കോട്, പ്രത്യേകിച്ച് മലപ്പുറത്തിനൊക്കെ അടുത്തുള്ള പ്രദേശവും കൂടിയാണ്. അപ്പം എൻ്റെ ഷൂ നനയ്ക്കാൻ പാടില്ല. ഒന്നും ഇങ്ങോട്ട് വന്നേ. തീരെ എണ്ണി നടക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ ഒന്ന് വിളിച്ചാണ്. എവിടെ വരുന്നേ? राजस्थान. അടിപൊളി. എവിടുന്നാ വരുന്നത് ഞാൻ പുള്ളിയോട് ചോദിച്ചേ. ഇത് कैसे सेलिब्रेशन अच्छा है? अच्छा है. केरला में? नल्ले इरके. केरला में? केरला में अच्छा है ना, सब आदमी अच्छा है. नाम क्या है? सीताराम. फैमिली इधर है? हाँ, फैमिली इधर है. ये आपके पीछे. നിങ്ങൾ എവിടെ വരുന്നത്? അടിവാരം. മലപ്പുറം ഇവിടെ വീടുണ്ട്. കോഴിക്കോട് വീടുണ്ട്. മലയാളം പഠിച്ചു? പിന്നെ എത്ര വർഷം ഇവിടെ? 10 കൊല്ലായി. പേരെന്തായിരുന്നു? സീതാറാം. സീതാറാം 10 കൊല്ലമായിട്ട് ഇവിടെ വന്നിട്ട് മലയാളം പഠിച്ചിട്ട് സെലിബ്രേഷന് വേണ്ടി ഇറങ്ങിയതാണ് ഈ ആൾക്കാരെ കാണാൻ. പേരെന്തായിരുന്നു? മുനീർ അല്ലേ? ഈ അടിവാരത്തുനിന്നേ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ചുരമാണല്ലോ. സമാധാനമല്ലോ? എൻ്റെ ഷൂ ഒക്കെ നനഞ്ഞപ്പോൾ സമാധാനമല്ലോ. ഓക്കെ. എന്താ എൻ്റെ ഷൂ ഇതിനെ പറ്റി പറഞ്ഞേ. എങ്ങനെയുണ്ട് സെലിബ്രേഷൻ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാ തവണ ഇങ്ങനെ ബീച്ചിലേക്ക് ഫാമിലി ഈദ് ഉൽ ഫിത്തറൊക്കെ ആകുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് മക്കളൊക്കെ ആയിട്ട് കളിക്കാൻ വേണ്ടി അങ്ങനെ വരും. എന്നിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടുള്ള നിൽക്കുന്ന ഫാമിലി? പിള്ളേർ ഫാമിലി വൈഫുണ്ട്. അങ്ങനെ അപ്പോൾ കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ തൊട്ട് പറയുന്നത്. എപ്പോഴും ഒരു ഉടമസ്ഥ, ഒരു വീട്ടുകാരനെ സംബന്ധിച്ച്, ഗൃഹനാഥനെ സംബന്ധിച്ച് അയാൾക്കൊരു ആശങ്കയുണ്ടാവും. ബാക്കിയുള്ളവരോട് സംരക്ഷിക്കേണ്ട ബാധ്യത അവരെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ഈ കാണുന്ന കണ്ടോ, വികൃതിയൊക്കെയാണ്. എല്ലാം ഇങ്ങനെ വികൃതികളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഇന്ന് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത്, അത് പെരുന്നാൾ സന്തോഷം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെയൊരു ദിവസം ഇവിടേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ മലബാറിലെ ആഘോഷം, അത് ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷം, എല്ലാ അർത്ഥത്തിലും അത് പുരോഗമിക്കുന്നു. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് പൂർണ്ണമായും, എൻ്റെ വാക്കുകൾക്കപ്പുറത്തേക്ക് ഞാനൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു വൈഡ് ഫ്രെയിം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത്രത്തോളം ജനനിബിഡമായിട്ട് ഇപ്പോൾ കോഴിക്കോട് ബീച്ച് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സുജയ.
ഓക്കെ, ആ ദൃശ്യങ്ങൾ തന്നെ നൽകുന്നുണ്ട് അവിടുത്തെ ഒരു സന്തോഷം പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ. അതായത് ഇപ്പോൾ ബീച്ചുകളിലുമൊക്കെ പലയിടങ്ങളിലും ആളുകൾ ഈ പെരുന്നാൾ ആഘോഷിക്കാനായി ഇറങ്ങുന്ന സമയമാണ്. കോഴിക്കോട്ട് ബീച്ചിൽ നിന്നുള്ള വൈകുന്നേരത്തെ ആ ഒരു സന്തോഷ നിമിഷങ്ങളാണ് ദീപക് മലയമ്മ പങ്കുവച്ചത്. അപ്പോൾ ദീപക് കുറച്ച് സമയം ആ സന്തോഷം തുടർന്നോളൂ. നമ്മുടെ ടീം മലബാറിനൊപ്പം ആ ബീച്ചിലെ ഉത്സാഹത്തിൽ ആ ഒരു ആളുകളുടെ ഒരു പ്രവാഹം തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ദീപക്, നിരവധി ആളുകൾ പലയിടങ്ങളിൽ നിന്ന് വന്നവർ ഈ പെരുന്നാൾ ദിനത്തിന്റെ സന്തോഷം ആ ബീച്ചിൽ ഒന്നിച്ച് ആഘോഷിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്.